കേരളത്തെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പൂർണ്ണമായിട്ടും തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്. വേറൊരു രാജ്യത്തിനെ കാണണക്കാണ് ഇപ്പോൾ കേരളത്തിനെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചുള്ളൊരു ബഡ്ജറ്റായിരുന്നു. നമുക്കല്ല ബുദ്ധിമുട്ട്, ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ കേരള ജനത എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. വളരെ വളരെ മോശം. കേരള ജനതയെ അവഗണിച്ചു. അവരും ഇന്ത്യയുടെ മക്കളാണെന്നുള്ളത് അവര് ഈ BJP സർക്കാർ മനസ്സിലാക്കുന്നില്ല. എന്ന് നല്ല അഭിപ്രായം ഇല്ല. കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിലൊരു അഭിപ്രായം പറയാനില്ല. അത് കേരളത്തിന് വല്ല നാണം കിട്ടൊരു കേസായിപ്പോയി. കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം, കേരളത്തിന്റെ നികുതിയൊക്കെ കൊണ്ടുപോയിട്ട് കേരളത്തിന് വേണ്ടി ഒന്നും കൊടുക്കാത്ത ഒരു പ്രഖ്യാപനമായിപ്പോയി. കേരളത്തിനെ ഒറ്റപ്പെടുത്തിയണക്കാണ് ഇപ്പോൾ അവർ കാണുന്നത്. വേറൊരു രാജ്യത്തിനെ കാണണക്കാണ് ഇപ്പോൾ കേരളത്തിനെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിനൊന്നും കൊടുത്തില്ലല്ലോ, പിന്നെ എന്ത് അഭിപ്രായം പറയാം. കേരളത്തിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചുള്ളൊരു ബഡ്ജറ്റായിരുന്നു. ഞാൻ പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ല. ഒരു പൊതുവിഷൻ എന്ന നിലയ്ക്ക് കേരളത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു ബഡ്ജറ്റായിരുന്നു. നമുക്കല്ല ബുദ്ധിമുട്ട്, ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടല്ല അവർ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് എപ്പോഴും എല്ലാ കാര്യത്തിലും അവഗണനയാണ്. കേരളത്തെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പൂർണ്ണമായിട്ടും തഴഞ്ഞുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടാണ്. വൻകിട കമ്പനി മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ, നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ അവർക്കുള്ള അനുകൂലമുള്ള റിപ്പോർട്ട് മോദി സർക്കാർ കറക്റ്റ് ഇറക്കിയിട്ടുണ്ട്. വ്യാപാരികളെ അപേക്ഷിച്ച് അഭിപ്രായം അത് ഒട്ടും ശരിയല്ല. ശരിക്കും വ്യാപാരികൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ബഡ്ജറ്റായിരുന്നു. കേരളത്തിന് നീതിയായിട്ട് ഒന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ലല്ലോ. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കുറേ പദ്ധതികളൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പം എല്ലാം ഇന്ത്യ എല്ലാവർക്കും ഒരേപോലെയല്ലേ. അപ്പം അത് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാവർക്കും സമാനമായിട്ടുള്ള എല്ലാ പദ്ധതികൾ കിട്ടണം. അതേപോലെ എയിംസ് ആണെങ്കിലും കേരളത്തിൽ വരുമെന്നാണ് കേന്ദ്ര മന്ത്രികളെല്ലാം പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലായിട്ട് ഒരു നടപടി പോലും വന്നില്ല. അപ്പോൾ പറയുന്നത് വെച്ചാൽ എല്ലാം ബാഡ് ലക്കാണ്. നമുക്ക് ഒന്നും ഇതുവരെ നീതിയായിട്ടുള്ളതൊന്നും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. കേരളത്തിലൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലുമുണ്ടോ? കേരളത്തിൻ്റെതായിട്ട് പറയാൻ ഒന്നുമില്ല. പറഞ്ഞ രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും വന്നിട്ടില്ല. തന്നെയാണ് എയിംസ് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം മുമ്പ് ഒരിക്കൽ പറഞ്ഞ കണക്ക് എയിംസിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ തിരുവനന്തപുരത്തും അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ തൃശ്ശൂരും, അതിൻ്റെ ഒരു ബാക്കി ഭാഗം അങ്ങനെ വരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി തിരുവനന്തപുരത്തേക്ക്. മോശമായ ബഡ്ജറ്റാണ്. കാര്യം കേരളത്തിനൊന്നും തന്നിട്ടില്ലല്ലോ. കേരളത്തിന് പ്രത്യേകിച്ച് ഇത്തവണയൊന്നുമില്ലാന്ന് കണ്ടിട്ടുണ്ട്. ബജറ്റിൻ്റെ സ്പീച്ച് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഒപ്പീനിയനൊക്കെ കേട്ടുനോക്കുമ്പം സോഷ്യൽ മീഡിയസിലൊക്കെ കാണുന്നത് കേരളത്തിന് ഇത്തവണ അവഗണനയാണെന്നുള്ളതാണ്. എയിംസ് എല്ലാവരും പ്രതീക്ഷ വെച്ചൊരു പ്രൊജക്റ്റായിരുന്നു. അത് ഇത്തവണ പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ എക്സ്പാൻഷൻ പ്ലാനും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിനെ പറ്റിയിട്ട് അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബഡ്ജറ്റിൽ പ്രസ്താവിച്ചിട്ടേ ഇല്ല. അതാണ് മെയിനായിട്ട്. പിന്നെ എയിംസിൻ്റെ കാര്യം പറഞ്ഞു, എന്തോ എൻ്റെ വിഷയമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ തന്നെ പറയുള്ളൂ. കേരളത്തിനെ അവഗണിച്ചു എന്ന് പറയുന്നത്